അച്ഛനരികിൽ സുരക്ഷിതമായി അർഷിദിന് അന്ത്യവിശ്രമം. വേദനകളില്ലാത്ത ലോകത്ത് ഇനി അവന് ശാന്തമായി ഉറങ്ങാം. തിരുവനന്തപുരം നെടുമങ്ങാട് കാരിക്കുയിൽ ക്രൂരമായി കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരൻ അർഷിദിന്റെ വിയോഗം കേരള മനസാക്ഷിയെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തുന്ന ഒരു വലിയ നൊമ്പരമാണ്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛനെ നഷ്ടപ്പെട്ട ആ കുരുന്നിന് ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ടി വന്നത് സമാനതകളില്ലാത്ത കൊടും ക്രൂരതകളാണ്. അഖിലിൻ്റെയും ആറ്റുകാൽ സ്വദേശിനി അഖിലയുടെയും മകനാണ് അർഷിദ്. പ്രണയിച്ച് വിവാഹിതരായ ഇവർക്കൊപ്പമുള്ള ജീവിതത്തിനിടെ അഖില 3 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് അഖിൽ അപ്രതീക്ഷിതമായി ജീവനൊടുക്കുന്നത്. അച്ഛൻ്റെ സ്നേഹമെന്തെന്നറിയാതെ വളർന്ന ആ കുഞ്ഞിന് പിന്നീട് നേരിടേണ്ടി വന്നത് സ്വന്തം അമ്മയുടെയും പുതിയ പങ്കാളി അഷ്കറിൻ്റെയും ഭാഗത്തു നിന്നുള്ള മൃഗീയ പീഡനങ്ങളാണ്. ആ പിഞ്ചു ശരീരം നേരിട്ട ക്രൂരതകൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. അഷ്കറിൽ നിന്നും നിരന്തരമായി ഏറ്റ മർദ്ദനത്തെ തുടർന്നുള്ള ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒരു മനുഷ്യനും ഈ കഥ കണ്ണീരോടെയല്ലാതെ കേട്ടു നിൽക്കാനാകില്ല. ഒരു പിഞ്ചുദേഹം ഇത്രയേറെ ക്രൂരതകൾ സഹിച്ചു, അത് ആരോടും പറയാൻ പോലും കഴിയാത്ത പ്രായത്തിൽ, ഒന്നെതിർക്കാനോ തടുക്കാനോ കഴിയാത്ത സാഹചര്യത്തിൽ. ഇതെല്ലാം കണ്ടുനിന്നത് നൊന്ത് പ്രസവിച്ച അമ്മയെന്നത് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യം. ആ പിഞ്ചു കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ കാണാം അവൻ അനുഭവിച്ച വേദനകളുടെ ആഴമെന്താണെന്ന്. എങ്ങനെയാണ് ഒരു മനുഷ്യന് പിഞ്ചു കുഞ്ഞിനോട് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത്? നമ്മൾ ഇനിയും അറിയുന്നില്ല. ഇതുപോലെ രണ്ടാനച്ഛനിൽ നിന്നും അമ്മയുടെ കാമുകനിൽ നിന്നും പിഞ്ചുമക്കൾ ഒട്ടേറെ ക്രൂരതകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ഇനി ഒരു മനുഷ്യനും ഒരു പൈതലിനോട് ഇങ്ങനെ ചെയ്യാൻ തോന്നരുത്. അതിന് ഈ അഷ്കറിനും അമ്മയായ അഖിലക്കും അവർ അർഹിക്കുന്നതിലും കൂടുതൽ ശിക്ഷ നൽകി ഇനിയൊരു മനുഷ്യനും ഇത്തരത്തിലൊരു പ്രവർത്തനം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ മാതൃക നൽകേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് അഖിൽ ആത്മഹത്യ ചെയ്തതെന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്. ഇത്രയേറെ മൃഗീയ സ്വഭാവമുള്ള ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കേണ്ടി വന്ന തൻ്റെ വിധിയെ ഓർത്തായിരിക്കാം ചിലപ്പോൾ അഖിലയുടെ ഭർത്താവ് അഖിൽ ഈ ലോകത്തോട് സ്വയം വിട പറഞ്ഞു പോയത്. ആ പൊന്നുമോൻ്റെ മുഖം കാണുമ്പോൾ അത് സഹിക്കാൻ കഴിയാത്ത വേദന തന്നെ നൽകുന്നു. ഇനിയുണ്ടോ കാലമേ ഇതുപോലത്തെ കഥകൾ? ഇതിനൊന്നും അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് ഇവർ 2 പേർക്കും മടങ്ങുവാനാകില്ല എന്നുള്ള കാര്യം തീർച്ചയായും സത്യം തന്നെയല്ലേ?